ഒരു രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുവാൻ നമുക്ക് അഭിമാനകരമായ നിർമ്മിതികളും ആവശ്യമാണ്. യാതൊരു സംശയവുമില്ല. പട്ടിണി മാത്രം മാറിയാൽ പോരാ, വസ്ത്രം മാത്രം ധരിച്ചാൽ പോരാ. നമുക്കൊരു പൗരൻ എന്ന നിലയിൽ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുകയും വേണം. രാഷ്ട്രത്തെക്കുറിച്ച് പൗരന്മാർക്ക് അഭിമാനം തോന്നുന്ന, ലോകത്തിലെ മറ്റു രാജ്യക്കാർക്ക് നമ്മെക്കുറിച്ച് മതിപ്പ് തോന്നുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്, നിർമ്മാണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിലൂടെയാണ് ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ പല രാജ്യങ്ങളിലൂടെയും 1997 മുതൽ ഇന്ന് വരെ യാത്ര ചെയ്യുമ്പം മറ്റു നാട്ടുകാർക്ക് ഇന്ത്യക്കാരെക്കുറിച്ചുള്ള വികാരങ്ങൾ, ചിന്തകൾ മാറി മാറി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇന്ത്യക്കാരോട് ചോദിക്കാൻ പണ്ടുണ്ടായിരുന്നത് പാമ്പാട്ടിമാരെക്കുറിച്ചുള്ള കഥകളായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ സതി അനുഷ്ഠിക്കില്ലായിരുന്നു എന്ന് ചോദിച്ച ആളുകളാണ് എൻ്റെ ആദ്യകാല യാത്രയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നീട് യാത്ര ചെയ്യുമ്പം നിങ്ങൾ IT-യുടെ വലിയ ആൾക്കാരാണല്ലേ, കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ആൾക്കാരാണല്ലോ എന്ന് ചോദിച്ചു തുടങ്ങിയ ആ മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയിലുണ്ടായ പല പരിഷ്കാരങ്ങളെക്കുറിച്ച്, വലിയ ഹൈസ്പീഡ് ട്രെയിനുകളെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനെക്കുറിച്ച്, ഈ പട്ടേൽ പ്രതിമയെക്കുറിച്ചൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് മാറണം. അത് മാറിയേ പറ്റൂ. ജപ്പാനെക്കുറിച്ച് പറയുമ്പോൾ ബുള്ളറ്റ് ട്രെയിനുകളെക്കുറിച്ച് പറയുന്നത് പോലെ, അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ അവരുണ്ടാക്കിയ വലിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ, നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അഭിമാനത്തോടെ നമുക്ക് പറയാനും വിദേശികൾക്ക് ഓർക്കാനും കഴിയുന്ന നിർമ്മിതികൾ നമുക്ക് വേണം എന്നുള്ള സംശയമൊന്നുമില്ല.